നാദാപുരം പള്ളിയിലെ ചന്ദനകൂടത്തിന് 4 മുഴം വീരാളി പട്ട് വേണം, തുളുനാടൻ തള വേണം, തുളിശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിന് മൈലാഞ്ചി വേണം. ഒരു ഗാനം മാത്രം, ഒരു ഗാനം മാത്രം. നമസ്കാരം. ഒന്നാം കിളി രണ്ടാം കിളി എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളത്തിലെ വളരെ പ്രസിദ്ധങ്ങളായ സിനിമാ പാട്ടുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പാട്ടിനെ കുറിച്ച് മാത്രം പോരാ, അതിറങ്ങിയ വർഷം, ആ കാലഘട്ടം, മലയാള സിനിമയുടെ അന്നോളമുള്ള വളർച്ചയുടെ പ്രത്യേകത, അത് ഏത് ചിത്രത്തിലേതാണ്, ആ ചിത്രത്തിൻ്റെ പ്രത്യേകത, കഥാസന്ദർഭമെന്ത്, ഇതൊക്കെ കൂടി അറിഞ്ഞാലേ ആ പാട്ടിനെ പൂർണ്ണമായും നമുക്ക് വിലയിരുത്താനാവും. 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പു എന്ന ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമാണ്. നവോദയയിൽ നിന്ന് പുറത്തിറങ്ങിയ നിരവധി ചിത്രങ്ങൾ ഇതുപോലെ നമുക്ക് അഭിമാനിക്കാൻ തക്ക വക തന്നിട്ടുള്ളവയാണ്. അതിൽ അപ്പച്ചൻ്റെ സംഭാവനകൾ മലയാള സിനിമാ ചരിത്രം എന്നും ഓർമ്മിക്കും. വടക്കൻ പാട്ടുകളുടെ കഥാപശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ച നിരവധി സിനിമകൾ ഉദയം മുതൽ ഇങ്ങോട്ട് നവോദയയിലും അത് തുടർന്നു ധാരാളം സിനിമകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 1961 ഉണ്ണിയാർച്ച മുതൽ നിരന്തരമായി പല ചിത്രങ്ങളും ഉദയ നവോദയയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വടക്കൻ വീരഗാഥയിലും അത് ആവർത്തിച്ചു. തച്ചോളി അമ്പു എന്ന ചിത്രം വളരെയധികം താരമൂല്യമുള്ള സിനിമയായിരുന്നു. പ്രേം നസീർ, ശിവാജി ഗണേശൻ, ഗോവിന്ദൻകുട്ടി, എം.എൻ. നമ്പ്യാർ, ജയൻ, രവികുമാർ, കെ.പി. വിജയ, ഉണ്ണിമേരി തുടങ്ങി താരസമ്പുഷ്ടമായ ഒരു സിനിമയായിരുന്നു അത്. പ്രശസ്ത കവി യൂസഫ് അലി കേച്ചേരിയുടെ രചനയിലുള്ള ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് കെ. രാഘവൻ മാസ്റ്ററാണ്. മലയാളത്തിൽ ഗാനഗന്ധർവൻ ഉൾപ്പെടെയുള്ള പ്രസിദ്ധരായ ഗായകരാണ് അതിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. അത് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. അതിലെ ഒരു പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരു ഗാനം മാത്രം എന്ന പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് എന്ന് തുടങ്ങുന്ന വാണി ജയറാം ആലപിച്ച ആ ഗാനമാണ് ഇന്ന് നമ്മുടെ വിഷയം. വടക്കൻ പാട്ടുകളുടെ പ്രമേയത്തിൽ പലപ്പോഴും മുസ്ലിം കഥാപാത്രങ്ങൾ വീരപരിവേഷത്തോടുകൂടി വരാറുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലെ നായകനായ തച്ചോളി അമ്പു, തച്ചോളി ഒതേനൻ്റെ അനന്തരവനാണ്. അമ്പുവിൻ്റെ സുഹൃത്തായ ബാപ്പുവിൻ്റെ പെങ്ങൾ കൂട്ടുകാരികളോടൊത്ത് കളിച്ചു നടക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ് ഇത്. അങ്ങനെ അവർ പാടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കാണുകയാണ് ഇതിലെ വില്ലനായ പരുന്തുങ്കൽ ഇട്ടീരി ഇളയ പണിക്കർ. അയാൾ കുതിരപ്പുറത്ത് വന്ന് അവളെ കണ്ടു നിന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ അവളെ ബലാത്കാരമായി പിടിച്ചെടുക്കുവാൻ അയാൾ ശ്രമം നടത്തുകയും ചെയ്തു. അവൾ ഓടുന്നു, കൂട്ടുകാരികൾ പല വഴിക്കും ഓടി. അവളുടെ പിന്നാലെ കുതിരപ്പുറത്ത് കയറി ഈ പണിക്കര് ചെല്ലുകയും ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ചൂണ്ടപ്പൊയിൽ മായൻകുട്ടിയുടെ കൊച്ചുമകളാണ് ഈ പെൺകുട്ടി എന്ന്. ചൂണ്ടപ്പൊയിൽ മായൻകുട്ടിയുടെ മകൻ ബാപ്പൂട്ടിയാണ് തച്ചോളി യോധനെ വെടിവെച്ചത് എന്ന് കരുതപ്പെടുകയും ആ പേരിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. അയാളുടെ മകളാണ് നമ്മുടെ ഈ കഥാപാത്രം. അവൾ ഓടിച്ചെന്ന് മൂത്താപ്പയുടെ അടുക്കൽ അഭയം തേടുകയും ചെയ്തു. അപ്പോഴാണ് പഴയ തോക്കെടുത്തുകൊണ്ട് വന്ന് ചൂണ്ടപ്പൊയിൽ മായൻകുട്ടി ഈ പണിക്കരുടെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ വെറും നിസ്സാരനായ ഒരാളല്ല, ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, തോക്ക് നിറച്ചു വെച്ചിരിക്കുകയാണ്, അതൊരാൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അതോടുകൂടി പണിക്കര് പേടിച്ച് വിറച്ച് അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്യുന്നു. ഇതാണ് സന്ദർഭം.
ഈ പെൺകുട്ടി കൂട്ടുകാരികളോടൊത്ത് പാടിക്കളിക്കുന്ന പാട്ടാണ് നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് എന്ന് തുടങ്ങുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളി പട്ട് വേണം, തുളുനാടൻ തള വേണം, തുളിശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിന് മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന്. നാദാപുരം എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട്ട് വടകര താലൂക്കിലെ തൂണേരി ബ്ലോക്കിലെ ഒരു പ്രദേശമാണ്. അവിടുത്തെ മുസ്ലിം പള്ളി വളരെയേറെ പ്രസിദ്ധവുമാണ്. വീരവനിതയായ ഉണ്ണിയാർച്ചയുടെ നാടാണത് എന്നുകൂടി ഓർക്കണം. നാദാപുരത്തിൽ വെച്ചാണ് ജോനകന്മാരുമായി ഉണ്ണിയാർച്ച സംഘടന ഉണ്ടാക്കുന്നത് ഒക്കെ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രം ആചാരപരമായ ഒരു ഉത്സവമാണ് ചന്ദനക്കുടം എന്ന് വേണമെങ്കിൽ പറയാം. ചങ്ങനാശ്ശേരി, കാഞ്ഞിരമറ്റം, ഈരാറ്റുപേട്ട, എരുമേലി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഈ ഉത്സവം നടത്തി വരാറുണ്ട്. ഇതിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും, ഈശ്വരവിശ്വാസികളായ എല്ലാവരും തന്നെ മൺകുടങ്ങളിൽ നാണയ നേർച്ചകൾ നിറയ്ക്കും. എന്നിട്ട് അതിന് മുകൾ ഭാഗത്ത് അരച്ചു ചേർത്ത ചന്ദനം പന്നീരൊക്കെ കലർത്തി ഇങ്ങനെ കളഭ പോലെ അതിന് മുകളിൽ നിറച്ച് അതിൻ്റെ മുകളിൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് അതിൽ ചന്ദനത്തിരികളൊക്കെ കൊളുത്തി വെച്ച് രാത്രിയിൽ നേർച്ചയായി സമർപ്പിക്കുകയാണ്. രാത്രിയിൽ ആനപ്പുറത്ത് കയറ്റി ഈ കുടം ആചാരപൂർവ്വം പള്ളിയിലേക്ക് എഴുന്നള്ളിക്കുന്നു. തീവട്ടി, ചെണ്ടമേളം, ആലവട്ടം, ഗഞ്ചാമരം തുടങ്ങിയുള്ള മുത്തുക്കുടകളൊക്കെയോടുകൂടി അങ്ങനെയുള്ളൊരു അലങ്കാര ഘോഷയാത്രയായി ഗംഭീരമേളത്തോടുകൂടി ആ പള്ളിയിലെ വിശിഷ്ടന്മാരുടെ ഖബറിലേക്ക് എത്തിക്കുന്നു. ഈ വിശിഷ്ട ഖബറിൽ പച്ച വിരിപ്പ് വിരിച്ച് അതിലേക്കാണ് നേർച്ച സമർപ്പിക്കുന്നത്. അതിന് ജാറം മൂടുക എന്നാ പറയുക, ആ ഖബറിൽ മൂടുക. എന്നിട്ട് അവിടെ പ്രാർത്ഥനയുണ്ട്, യാസീൻ ഓതുക, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത്. അങ്ങനെ യാസീൻ ഓതിക്കഴിഞ്ഞ് വലിയ കലാപരിപാടികളും മറ്റും നടക്കും. പരമ്പരാഗതമായ മുസ്ലിം കലാരൂപങ്ങളായ ദഫ്മുട്ട്, അറവനമുട്ട്, കോൽക്കളി മുതലായുള്ള കലാപരിപാടികളോടുകൂടി ആണ് ആഘോഷങ്ങൾ. അതോടൊപ്പം തന്നെ വാൾപ്പയറ്റ്, ഡാൻസ്, പാട്ട്, കഥാപ്രസംഗം, പിന്നെ പ്രത്യേകതരം ചില ഷോകൾ, സർക്കസുകൾ, ഈ മരണക്കിണർ പോലെയുള്ള പരിപാടികൾ, ഇങ്ങനെ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പലയിടത്തും നടക്കുക. ഇത് ഹിജ്റ കലണ്ടറിലെ ജമാദുൽ ആഖിർ ഏതാണ്ട് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് നടക്കുന്നത്. എന്നാൽ ആചാരപരമായി ഇസ്ലാമികം എന്ന് പറയാനാവില്ല ഈ ചടങ്ങുകളെ. ഇത് തികച്ചും കേരളീയം മാത്രമായ ഒരു ഉത്സവ സമ്പ്രദായമാണ്. ഇവിടുത്തെ മതമൈത്രിയുടെ പ്രതീകമായി പലരും വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇമാതിരി ആളുകൂടുന്ന ആഘോഷ പരിപാടികളിലൂടെ ഉള്ള ഈശ്വരാരാധനയോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തോടനുബന്ധിച്ചുള്ള ഇത്തരം ആഘോഷങ്ങളെയോ ഇസ്ലാം മതം അംഗീകരിക്കുന്നതുമല്ല. മുൻപ് കാലത്ത് നമ്മുടെ കേരള ജനത എത്രമാത്രം ഐക്യത്തോടു കൂടിയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. പല ചന്ദ്രക്കുട ഘോഷയാത്രകളും ആരംഭിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയിൽ തന്നെ കാവിൽ അമ്പലത്തിൽ നിന്നാണ് അതിൻ്റെ ആരംഭമൊക്കെ. അങ്ങനെ ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ദൈവത്തെയും ഈശ്വരനെയും ഒരുപോലെ സ്നേഹിക്കുന്ന കേരളീയരുടെ ഒരു മനോഭാവം എന്ന് മാത്രമേ ഇതിനെ കാണാനാവുള്ളൂ. എന്തായാലും വളരെയധികം ആളുകൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഒരു ധന്യതയിൽ നിർവൃതി അടയുകയും ചെയ്യുന്നുണ്ട്. അനിസ്ലാമികമാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള ചന്ദനക്കുടം ഒരു വലിയ ആഘോഷമായി കണക്കാക്കുമ്പോൾ ആഘോഷത്തോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങളുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്ന നിലയിൽ ഇതിലെ കഥാപാത്രം ആഗ്രഹിക്കുന്നത് 4 മുഴം വീരാളിപ്പട്ട് വേണം എന്നാണ്. വീരാളിപ്പട്ട് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ആ കാലഘട്ടത്തെ 7 കടലോടി വന്ന വീരാളിപ്പട്ടം എന്നൊക്കെ പറഞ്ഞ് വടക്കൻ പാട്ടുകളിൽ പരാമർശമുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും വില കൂടിയ വലിയ ആൾക്കാരാണ് ചെയ്യുന്ന വീരാളിപ്പട്ട് വേണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അത് പക്ഷേ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലാത്ത
ഒരു സാധാരണക്കാരനായ കടത്തുകാരൻ്റെ മകളാണിവൾ. പക്ഷെ ആഗ്രഹിക്കുന്നതിന് പരിമിതികളൊന്നുമില്ലല്ലോ. അങ്ങനെ 4 മുഴം എങ്കിൽ 4 മുഴം. വിരാളിപ്പട്ട് എനിക്ക് വേണം, തുളുനാടൻ തള വേണം, തുളിശ്ശേരി വള വേണം. തുളുനാടൻ എന്ന് പറയുന്നത് കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന മംഗലാപുരം പോലെയുള്ള പ്രദേശങ്ങൾ തുളു ഭാഷ സംസാരിക്കുന്ന പ്രദേശമാണ്. കേരളത്തിലെ കാസർഗോഡിനൊക്കെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്രസിദ്ധമായ കളരികളും മറ്റുണ്ടായിരുന്നു. ഇപ്പൊ തുളുനാട്ടിൽ പോയി കളരി പഠിച്ചിട്ട് വന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ധാരാളം വടക്കൻ പാട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. തള വേണം, കാൽത്തളകൾ വേണം, പിന്നെ തുളിശ്ശേരി വള വേണം. തുളിശ്ശേരി എന്ന് പറഞ്ഞാൽ തലശ്ശേരി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തലശ്ശേരിയിലെ അവിടുത്തെ വള വളരെ പ്രസിദ്ധമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ ഏതെങ്കിലും ആഭരണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രസിദ്ധമായ ഓരോ നാടുകളിലും പ്രത്യേകതയുണ്ട്. ഇവിടെ പ്രാസഭംഗിക്ക് വേണ്ടി തുളുനാടനെന്നും തുളിശ്ശേരി എന്നും ഒക്കെ ചേർത്താവും ഒരു പക്ഷേ യൂസഫ് അലി കേച്ചേരി. തുളുനാടൻ തള വേണം, തുളിശ്ശേരി വള വേണം, കൂടാതെ മാല വേണം, മക്കന വേണം, മനോഹരമായ തട്ടം വേണം, കയ്യിൽ മൈലാഞ്ചി അണിയുകയും വേണം. ഇതൊക്കെ ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് സാധാരണ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതും കഴിയുന്നത്ര നടപ്പാക്കിയെടുക്കുന്നതും ഉത്സവങ്ങളോടനുബന്ധിച്ച് വരുന്ന ചിന്തിക്കടകളും മറ്റും കണ്ടല്ലോ, വളക്കടകളും മറ്റു ചില കടകളും ഒക്കെ വരാറുണ്ടല്ലോ. അവിടെ നിന്നൊക്കെ പോയി ഇമാതിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കൗതുകം തന്നെയാണ്. ഒരു പക്ഷേ ആണ്ടോടാണ്ടോ വരുന്ന ഇമാതിരി മഹോത്സവങ്ങൾക്ക് വേണ്ടി കുടുക്കയിൽ കാശിട്ട് കരുതി വെക്കുന്ന പെൺകുട്ടികളും ധാരാളം ഉണ്ടാവുമല്ലോ, അല്ലേ? കനകത്തിൻ കമ്മലിട്ട് അരയന്നപ്പീട പോലെ കോണുങ്ങും ഞാൻ. യാസീനോദി കഴിയുമ്പോൾ ജാറം മൂടി വണങ്ങുമ്പോൾ മോയിൻ കുട്ടി വൈദ്യരു കെട്ടിയ പാട്ട് പാടും. തെന്തത്താന തെന്തത്താന തെന്തത്തെന്തിന്നാനോ തന തന താന തെന്തത്താന തെന്തത്താനിന്നാനോ. നാദാപുരം നാദാപുരം പള്ളിയിലെ ചന്ദന കുടത്തിന്. എന്നിട്ട് ആ ആഘോഷത്തിന് ഞാൻ പോകുന്നത്, ചന്ദനക്കുടത്തിന് ഞാൻ പോകുന്നത് വെറുതെ പോവല്ല, കിരികിരേന്ന് ശബ്ദമുണ്ടാക്കുന്ന ചെരുപ്പിട്ടുകൊണ്ടാണ് പോകേണ്ടത്. കിരികിര ചെരുപ്പിട്ട്, അന്ന് ചെരുപ്പിടാനൊക്കെ സാധാരണക്കാർക്ക് സാധിക്കുമോ? വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർക്കൊക്കെ മാത്രമേ തുകൽ കൊണ്ടും മറ്റുമൊക്കെയുള്ള ചെരുപ്പ് അന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്കൊരു ചെരുപ്പ് വേണം. ആ ചെരുപ്പിട്ട് കനകത്തിൻ്റെ കമ്മലിട്ട്, സ്വർണം കൊണ്ടുള്ള കമ്മൽ, അതൊന്നും ഇല്ലല്ലോ, അല്ല പിച്ചളവുണ്ടോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പോലെ ചെറിയ ചില ആണിയൊക്കെ ഇട്ടിട്ട് ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, മുത്ത് കൊണ്ടൊക്കെയുള്ള ചെറിയ മുത്ത്, ഈ പളുങ്ക് കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് കനകത്തിൻ്റെ ഒരു കമ്മലിടണം. എന്നിട്ട് അണിഞ്ഞൊരുങ്ങി ഞാൻ അങ്ങനെ ഒരു അരയന്നപ്പിട പോലെ കുണുങ്ങും. 4 ആൾ കൂടുന്നിടത്ത് പോയി ഒന്ന് സുന്ദരിയായി നടക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം എന്നെ ഒന്ന് നോക്കാൻ, അണിഞ്ഞൊരുങ്ങാൻ ഒക്കെ താല്പര്യം ഏത് പെൺകുട്ടിക്കും സ്വാഭാവികമായി ഉണ്ടാവും. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൾ. അരയന്നപ്പിട പോലെ ഞാൻ കുണുങ്ങും. എന്നിട്ടോ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ്, ഇവിടുത്തെ ജാറം മൂടിക്കഴിഞ്ഞിട്ട്, അവിടെ യാസീൻ ഓതി കഴിഞ്ഞിട്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഞാൻ മടങ്ങുമ്പോൾ മോയിൻകുട്ടി വൈദ്യര് കെട്ടിയ പാട്ട് പാടും എന്ന് പറയുന്നുണ്ട്. മോയിൻകുട്ടി വൈദ്യര് വളരെ പ്രസിദ്ധനായ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഉസ്താദ് എന്ന് പറയാം. അങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ മഹോന്നത കലാകാരനാണ് അദ്ദേഹം. മലയാളം അറബ് വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ധാരാളം സന്ദർഭങ്ങളെ ആസ്പദമാക്കി മാപ്പിളപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഭാഷ അറബിയും മലയാളവും മാത്രമൊന്നും ആയിരുന്നില്ല. തമിഴ്, കന്നഡ, ഹിന്ദി, പേർഷ്യൻ, ഇംഗ്ലീഷ് ഒക്കെ അറിയാമായിരുന്ന ഒരാളാണ്. മൊയിൻകുട്ടി വൈദ്യർ എഴുതിയ ഒരു ഇതിഹാസ കാവ്യമാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നുള്ളത്. വേറെ നിരവധി കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടി ഓട്ടുപാറയിലാണ് അദ്ദേഹം ജനിച്ചത്. 40 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്നതും കൂടി ഓർക്കേണ്ടതാണ്. അതിനിടയിലാണ് ഇത്രയും മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളും കൃതികളുമൊക്കെ അദ്ദേഹം എഴുതിയത്. പരമ്പരാഗത തൊഴിലായിരുന്ന വൈദ്യം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മാപ്പിളപ്പാട്ടുകളുടെ ഇശലുകൾ തേടിപ്പോയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഭാഗ്യം, അല്ലേ? ഇന്നും മാപ്പിളപ്പാട്ട് എഴുതുന്നവർക്കൊരു മാർഗദർശി എന്ന് പറയാവുന്നത് മോയിൻകുട്ടി വൈദ്യർ തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ഏതാണ്ട് 16, 17, 18 കാലഘട്ടങ്ങളിൽ നടന്നു എന്ന് പറയപ്പെടുന്ന വടക്കൻ പാട്ടുകളുടെ
ഈ കഥാസന്ദർഭത്തിലേക്ക് എങ്ങനെയാണ് മൊയ്യൻകുട്ടി വൈദ്യരുടെ ഈ പാട്ടുകളെ കുറിച്ചുള്ള പരാമർശം വന്നത് എന്നുള്ളത് എനിക്ക് വളരെ ഒരു അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയൊരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവരുടെ ചിന്താഗതികളെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് രചയിതാവ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാലഘട്ടങ്ങൾ തമ്മിലുള്ള വടക്കൻ പാട്ടുകൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമാണ് മൊയ്യൻകുട്ടി വൈദ്യരുടെ ആഗമനം. അദ്ദേഹത്തിൻ്റെ പരാമർശം എങ്ങനെയാണ് ഈ വടക്കൻ പാട്ടുകളിലേക്ക് വന്നത് എന്നുള്ളത് ഒരു അത്ഭുതമായോ കൗതുകമായോ നമുക്ക് വെറുതെ വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം മാപ്പിളപ്പാട്ടുകളിൽ സാധാരണ കാണാറുള്ളത് പോലെയുള്ള ഒരു വായ്ത്താരിയാണ് പിന്നീട് വരുന്നത്. തനതന്തിന തന്തിനോ എന്ന് തുടങ്ങുന്ന ആ വായ്ത്താരി വളരെ മനോഹരമാണ്, താളാത്മകമാണ്, ഏറ്റുചൊല്ലുവാൻ വളരെ രസകരവുമാണ്. അങ്ങനെ ആ വായ്ത്താരിയോടുകൂടിയാണ് ആ ചരണം അവസാനിക്കുന്നത്. കസവിന്റെ തട്ടമിട്ട് കണ്ണിനയിൽ സുറുമയുമിട്ട് ജന്നത്തിലെ ഹൂറി പോലെ ചമയും ഞാൻ. പൂനിലാവ് തെളിയുമ്പോൾ പൂതി കൽബിൽ കവിയുമ്പോൾ മുത്തിമണത്താനത്തറ പൂശി ഒപ്പന പാടും. തെന്തത്താന തെന്തത്താന തെന്തത്തെന്തിന്നാനോ തന തന താന തെന്തത്താന തെന്തത്താനിന്നാനോ നാദാപുരം. പല ദിവസങ്ങളിലായിട്ടാണ് ഈ ചന്ദനക്കുടത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. അങ്ങനെ ഞാൻ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള നല്ല മക്കനെയൊക്കെ ഇട്ടിട്ട് കസവിൻ്റെ തട്ടമിട്ടിട്ട്, കസവണിഞ്ഞിട്ടുള്ള മനോഹരമായ തട്ടമിട്ടിട്ട്, കണ്ണടയിൽ സുറുമ ഇട്ടിട്ട്, സുറുമ കൺമഷിയാണ്, അങ്ങനെ സുറുമ എഴുതി കണ്ണടകൾ മനോഹരമാക്കിയിട്ട് ജന്നത്തിൽ ഹൂറി പോലെ ചമയും ഞാൻ. സ്വർഗത്തിലെ ഹൂറി എന്ന് പറയുന്നത് സുന്ദരിയാണ്. സുഹൃതങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യാത്മാക്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ദൈവം നൽകുന്ന സംഭാവനകളാണ് ഈ ഹൂറിമാർ. അവർ ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ അനാഘ്രാത കുസുമങ്ങളാണ്. അങ്ങനെയുള്ള സ്വർഗത്തിലെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അങ്ങേയറ്റത്തെ ഭാവന ആയ ആ സുന്ദരിയെ പോലെ ഞാൻ അണിഞ്ഞൊരുങ്ങും എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്നിട്ടോ രാത്രിയിലാണ് ഈ ചന്ദനക്കുടം എന്ന് പറഞ്ഞത്. അങ്ങനെ പൂനിലാവ് തെളിയുമ്പോൾ, പൂതി കൽബിൽ കവിയുമ്പോൾ, ആഗ്രഹങ്ങൾ, ഏത് പെൺകുട്ടിയുടെയും ആ പ്രായത്തിലുള്ള മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് സ്വർണ്ണ നിറമാണല്ലോ എപ്പോഴും. അങ്ങനെ കിനാവുകൾ കണ്ടിട്ട്, അങ്ങനെ മുത്തിമണക്കാൻ അത്തറ് പൂശിയിട്ട് ഒപ്പന പാടും ഞാൻ. മുത്തിമണക്കാൻ, ഒന്ന് ചുംബിച്ച് ആരെങ്കിലും മണപ്പിച്ചാൽ അവരെ മാദക ഗന്ധങ്ങളിലേക്ക് ആനയിക്കുന്ന തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഞാൻ പൂശും. എന്നിട്ട് ഞാൻ ഒപ്പന പാടും. ഒപ്പന പാടുക കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയൊക്കെ മണിയറയിലേക്ക് ആനയിക്കുമ്പോഴുള്ള പാട്ടാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ള 17കാരിയായ ഒരു പെൺകുട്ടിയുടെ മനസ്സിലെ നിഗൂഢമായ സ്വപ്നങ്ങളിൽ എവിടെയോ ഈ കിനാവുകൾ ഉണ്ടായിരിക്കും, ഈ പ്രേമ കിനാവുകൾ ഉണ്ടായിരിക്കാം. തൻ്റെ കണവനെ ഓർക്കുമെന്നായിരിക്കാം. അങ്ങനെ ഒരു മണാളനെ ഓർത്ത് അവൾ പ്രണയപരവശയായി പാടുമെന്ന് തന്നെ നമുക്ക് അർത്ഥമാക്കാം. പ്രായത്തിൻ്റെ സങ്കല്പങ്ങളിൽ അങ്ങനെയാണല്ലോ അവ വന്ന് നിറയുക. ആ ഒരു പശ്ചാത്തലം ഒരു മാപ്പിളപ്പാട്ടിൻ്റെയും സുറുമ എഴുതിയ കസവിൻ്റെ തട്ടമിട്ട സുന്ദരിയായ ഒരു പെൺകുട്ടി കനകത്തിൻ്റെ കമ്മലിട്ട് അരയന്നപ്പിട പോലെ നടക്കുന്നതും, ആ ചന്ദനക്കുട രാവുകളിലെ ആഘോഷങ്ങളിൽ അവളങ്ങനെ ഒഴുകി ഒഴുകി നീങ്ങുന്നതും ഒക്കെ നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയും. ഇവിടെ ആ സന്ദർഭത്തിനൊപ്പിച്ച് എത്ര മനോഹരമായിട്ടാണ് ആ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയുടെ മാനസിക ഭാവങ്ങളെ യൂസഫ് അലി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെ കനവുകൾ നെയ്തിരുന്ന നിഷ്കളങ്കയായ ഗ്രാമീണയായ ഒരു പെൺകുട്ടിയുടെ നേർക്കാണ് ഈ പാട്ട് തീരുമ്പോൾ കഥയിലെ വില്ലൻ കഥാപാത്രം അതിക്രമത്തിന് മുതിരുന്നതെന്ന് ഓർക്കുക. വെറുമൊരു പെൺകുട്ടി അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പാട്ടുപാടുന്നു എന്ന് മാത്രമല്ല, നിഷ്കളങ്കയും ഒരുപാട് കിനാവുകൾ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്നവളുമായ ആ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളെയാണ് ചവിട്ടി നശിപ്പിക്കുവാൻ വേണ്ടി ഒരാൾ തയ്യാറാവുന്നത് എന്ന സൂചന കൂടി ഈ പാട്ട് മുന്നിൽ വരുമ്പോൾ അതിനുശേഷമുള്ള ആക്രമണ രംഗത്തിന് കൂടുതൽ വൈകാരികത ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ യൂസഫ് അലി സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ആ കഥാസന്ദർഭ അനുസാരിയായ ഗാനം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന്
പട്ട് വേണം, തുളുനാടൻ തള വേണം, തുളിശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിന് മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദന കുടത്തിന് നമ്മുടെ മണ്ണിന്റെ തനതായ കിനാവുകൾക്ക് ചിറകുകൾ നൽകിയ സംഗീതമാണല്ലോ രാഘവൻ മാസ്റ്റർ നൽകിക്കൊണ്ടിരുന്നത്. ഈ പാട്ടിനും ആ പ്രദേശത്തിൻ്റെതായ മാപ്പിളപ്പാട്ടിൻ്റെതായ അല്ലെങ്കിൽ മോയിൻകുട്ടി വൈദ്യരെ പരാമർശിച്ചിരിക്കുന്നത് കൊണ്ട് കൂടിയാവാം ആ മോയിൻകുട്ടി വൈദ്യരുടെ സംഗീതത്തിലെ ഭാവങ്ങളെ അല്ലെ അത് പാടിയിരുന്ന രീതികളെയൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പാട്ടിന് സംഗീതം അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കിൽ ഈ ദഫിൻ്റെയും മറ്റുമൊക്കെ ഡ്രംസിൻ്റെ ശബ്ദങ്ങൾ ഡോലക്കൊക്കെ പോലെയുള്ള ശബ്ദങ്ങളുടെ ആണെങ്കിൽ അതിൽ വരികൾ പാടുന്ന സമയത്ത് മനോഹരമായി തബല ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നോക്കുക. ഫ്ലൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഫ്ലൂട്ടുണ്ടല്ലോ, ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ള നേർത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ പുല്ലാങ്കുഴൽ നാദമാണ്, ബേസ് അല്ല. ബാംസുരിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വളരെ ബേസ് നീളം കൂടിയ വലിപ്പമേറിയ ആ പുല്ലാങ്കുഴലിലെ ബേസിലുള്ള ശബ്ദമല്ല, ഈ നിൽക്കുന്ന ചെറിയ ഫ്ലൂട്ടിലെ ശബ്ദമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സിത്താറിൻ്റെ തന്ത്രികളിലെ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ സിത്താറിൻ്റെ അല്ലെ വീണയുടെയൊക്കെ സൈഡിൽ താളക്കമ്പികളുണ്ട്. ഈ താളക്കമ്പികളിലെ ഒരു തലോടൽ ഉണ്ടാക്കുന്ന ഒരു ഹാർപ്പുണ്ട്. അതൊരു രോമാഞ്ചം അനുഭവിക്കുന്നത് പോലെ, പെട്ടെന്നൊരു വികാരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകുന്നത് പോലെയുള്ള ഹാർപ്പിൻ്റെ സൗണ്ട് ഇങ്ങനെ ഈ തന്ത്രികളുടെ ഒഴുക്ക് ഇങ്ങനെ അതിനിടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ഈ താളക്കമ്പികളുടെയും അല്ലാതെ മെയിൻ സ്ട്രിങ്ങുകളുടെയും ഈ ദഫ് പോലെയുള്ള ഡ്രംസിൻ്റെ ആവർത്തനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിൻ്റെതായ ഒരു പരിസരം ആ പാട്ടിനകത്ത് നിവേശിപ്പിക്കുവാൻ കെ രാഘവ മാഷ് കാണിച്ചിട്ടുള്ള ഔത്സുക്യം നമുക്ക് വളരെ ഹൃദ്യമായി അനുഭവപ്പെടുകയും ചെയ്യും. ഈ പാട്ട് വാണി ജയറാമിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു മാസ്മരിക ലോകത്തേക്ക് നമ്മളെ ആനയിക്കുന്നതായിട്ട് തോന്നും. പൊതുവേ തന്നെ പറഞ്ഞാൽ നമ്മൾ ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഈ കലാകാരന്മാർ, മാപ്പിളപ്പാട്ട് കലാകാരന്മാർ പരമ്പരാഗതമായ ആ ഗാന സമ്പ്രദായത്തെ, അത് കേരളത്തിൻ്റെ മാത്രമായ ചില അംശങ്ങൾ അതിലുണ്ട്. കേരളത്തിൻ്റെ മണ്ണിൻ്റെതായ ഒരു സംഗീതത്തിൻ്റെ അംശം വിടാതെ മാപ്പിളപ്പാട്ടിനെ തുടരുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് നഷ്ടപ്പെടുത്താതെ തലമുറകളായി കൊണ്ടുപോരുവാൻ മാപ്പിളപ്പാട്ട് കലാകാരന്മാർ എന്നും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാപ്പിളപ്പാട്ടുകൾക്ക് വളരെയധികം ആരാധകരുണ്ട് അന്നും ഇന്നും. എവിടെ ജാതിമത ഭേദമന്യേ മാപ്പിളപ്പാട്ടുകളുടെ ഒരു മാസ്മരിക ഭാവപ്രപഞ്ചം, അത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എത്ര വന്നാൽ, ഇപ്പോൾ ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു വീരരസപ്രധാനമായ ഇതാണെങ്കിലും അല്ലെങ്കിൽ ശൃംഗാരപ്രധാനമായ ഇതാണെങ്കിലും വിരഹത്തെ ദ്യോതിപ്പിക്കുന്ന കത്തുപാട്ടുകളൊക്കെ രൂപത്തിലാണെങ്കിൽ തന്നെയും ഇങ്ങനെ പലതരം ഭാവങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ചുള്ള ഭാവപ്രചുരിമ ഈ ഗാന ആലാപനത്തിനും സമ്പ്രദായത്തിനും വരുത്തി തീർക്കുവാനും മാപ്പിളപ്പാട്ട് കലാകാരന്മാർ വളരെയേറെ ഉദ്യോഗിച്ചിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ തുടർന്നു പോകുന്ന ആ പരമ്പര ഇന്നും ഇങ്ങനെ അനസ്വീതം പ്രവഹിക്കുകയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ആരാധകർ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു മാതൃകയായി ഈ രാഘവൻ മാഷയുടെ സംഗീതം എന്ന് പറയുന്ന ഒരു എന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന വളരെ ഒരു കൃത്യമായൊരു നിലവാരത്തെ അതിൽ താഴേക്ക് പോകരുത് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വീക്കാണികളാണ് ശരിക്കും ഒരു കാലഘട്ടത്തിൻ്റെ നാഴികക്കല്ലുകൾ എന്നൊക്കെ പറയുന്നത്. അതിന് താഴേക്ക് പോകാൻ പാടില്ല. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് മേലേക്ക് കുറിക്കുള്ളൂ. പക്ഷെ അതിൽ നിലവാരം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പാട്ടുകൾ ഒന്നാണ്. അങ്ങനെ രചനയും സംഗീതവും ആലാപനവും ഒക്കെ കൂടി ചേർന്ന് മധുരതരമായ ഒരു ഭാവതാരള്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ഈ നാദാപുരം പള്ളിയിലെ എന്ന് തുടങ്ങുന്ന പാട്ട്. അതിനകത്ത് കൃത്യമായി അടിച്ചുറപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും മാപ്പിളപ്പാട്ടുകളുടെ സമ്പ്രദായമായ താളത്തിൻ്റെ ശക്തമായ സ്ട്രോക്കുകളെ പാട്ടുകളിൽ തന്നെ ഈണങ്ങളിൽ തന്നെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും എക്കാലത്തും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു മനോഹരമായ ഗാനമാണ് യൂസഫലി, രാഘവൻ മാഷ്, വാണി ജയറാം ത്രയത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് നന്ദി പറയാം.
ഇനി അടുത്ത പാട്ടുമായി അടുത്ത അധ്യായത്തിൽ. ഒരു ഗാനം മാത്രം, ഒരു ഗാനം മാത്രം.